ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ബീഡ്സ് വെച്ചുള്ള കുറച്ച് വർക്കുകളാണ്. ബീഡ്സും അതുപോലെ തന്നെ ക്യൂബ്സും ഒക്കെ വെച്ചുള്ള ഒരു 3 സ്റ്റിച്ചാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ സൂചിയില്ലേ, ആ സാധാരണ നീഡിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന വർക്കാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ ആര്യ വർക്കിൻ്റെ സൂചി വെച്ച് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സാധാരണ നീഡിൽ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ അത് കാണിച്ചു തരുന്നതിനായിട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഡ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ ആദ്യത്തെ ഒരു ടൈപ്പ് നമ്മൾ നോക്കുന്നത് ബാക്ക് സ്റ്റിച്ചില്ലേ, നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബീഡ്സ് വർക്കാണ്. ആദ്യം ഒന്ന് ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് ബാക്ക് സ്റ്റിച്ച് ഫസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ആ ഒരു മെത്തേഡിലാണ് നമ്മുടെ ബീഡ്സ് കൊണ്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സ്റ്റിച്ച്. ഈ ഒരു രീതി ഉപയോഗിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ ബീഡ്സ് വർക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ബാക്ക് സ്റ്റിച്ച് വരുന്നത്. നമുക്ക് കെട്ടിട്ടെടുക്കാം. ഈ ബീഡ്സ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മെറൂൺ കളറിലെ ഷുഗർ ബീഡ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സൂചി കുത്തി എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഷുഗർ ബീഡ് ഇതിനകത്ത് പൊരുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം, ബാക്കിലോട്ട്. അതിനുശേഷം നമുക്ക് നേരെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് നമുക്ക് നൂലും സൂചിയും കൂടെ കുത്തിയെടുക്കാം. നമ്മുടെ ഷുഗർ ബീഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കതൊന്ന് പൊരുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് കുത്തിക്കൊടുക്കാം. അടുത്തതെടുക്കാം. നമുക്ക് ഷുഗർ ബീഡ്സ് കോർത്തെടുത്ത് നമുക്ക് കുത്തിക്കൊടുക്കാം. നമ്മുടെ ബാക്ക് സ്റ്റിച്ചിൻ്റെ സെയിം മോഡലിലാണ് നമ്മൾ ഈ ഷുഗർ ബീഡ്സ് ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ട് പോരുന്നത്. കണ്ടോ, നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേഗം ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്ത സ്റ്റെപ്പ് കാണിക്കുകയാണ്. നമ്മൾ കുത്തിയെടുത്ത് എന്നിട്ട് നമുക്കൊരു 2 ബീഡ് എടുക്കാം, എന്നിട്ട് കുത്താം.
നമുക്ക് ഈ 2 ബീഡും വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കെട്ടിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത ഒരു രീതി കാണിക്കുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ആദ്യം ചെയിൻ സ്റ്റിച്ച് അറിയാത്തവർക്കായിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമ്മളിങ്ങനെ സൂചി കുത്തിയെടുത്തു. നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ സൂചി കുത്തി താത്തു. നമുക്ക് എന്തോരം ആവശ്യത്തിനാണ് നമുക്ക് ചെയിൻ വേണ്ടത്, എത്ര അളവിലാണോ അത്രയും അളവെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് നമ്മൾ കുത്തി എടുത്തു. ഇത് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചെയിൻ കിട്ടി. നമ്മൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മൾ കുത്തുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്തിരി ഇറക്കിയില്ലേ, അതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കുത്തിയെടുക്കുക. ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ കുത്തിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴോട്ട് വലിച്ചു കൊടുക്കുക. നമുക്ക് എന്തോരം ഒരേ അളവിൽ തന്നെ തയ്ക്കുന്നതായിരിക്കും ഭംഗി. അല്ലാതെ നമുക്ക് പിന്നെ എന്തൊക്കെയോ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും അങ്ങനെ ഒരെണ്ണം വലുതാണെങ്കിൽ അടുത്തത് ചെറുത്, പിന്നെ അതുപോലെ തന്നെ വലുത്, അങ്ങനെ ഒരു ടൈപ്പിലും തയ്ക്കാം. അതും ഒരു ഭംഗിയാണ്. അടുത്ത ചെയിന് നമുക്ക് കിട്ടി. നമുക്കതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ചെയ്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് കുത്താം. ഇങ്ങനെ നമുക്ക് എന്തോരം ആവശ്യത്തിലാണ് ചെയിൻ വേണ്ടേ അത്രയും രീതിയിൽ നമ്മളിങ്ങനെ തയ്ച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മുടെ ചെയിൻ എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമുക്ക് തയ്ക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് ചെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ബീഡ്സ് എങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കിത് കെട്ടിട്ടെടുക്കാം കേട്ടോ. ആദ്യത്തെ ടൈപ്പിൽ നമ്മൾ തയ്ക്കുമ്പോൾ ഒരു 6 ബീഡാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ബീഡ് നമുക്ക് കൊരുത്ത് കൊടുക്കാം. നല്ലൊരു കളറ്, ഗ്രീനും ബ്ലൂവും ഗ്രീനും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ലൊരു കളറാണ് ഈ ഷുഗർ ബീഡ്. അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 6 എണ്ണം നമ്മൾ ഇതിനകത്ത് കൊരുത്ത് കൊടുക്കാം. ഷുഗർ ബീഡ് കൊടുത്ത് നമുക്ക് തൊട്ടിപ്പുറത്തായിട്ട് കുത്തിക്കൊടുക്കാം. പതുക്കെ വലിച്ചെടുത്ത് നമുക്കൊരു 3 എണ്ണം അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. കണ്ടോ, ഈ ഒരു ടൈപ്പിലോട്ട് വരും. ഈ ഒരു ടൈപ്പിലോട്ട് നമ്മുടെ സ്റ്റിച്ച് വരും. നമുക്കിവിടെ കുത്തിയെടുക്കാം. ജസ്റ്റ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് പിന്നെയും കുത്തി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്കൊരു 6 ഷുഗർ ബീഡ് കുത്തി തൊട്ടിപ്പുറത്തായിട്ട് നമുക്ക് കുത്തി കൊടുക്കാം. ജസ്റ്റ് കുത്തിക്കിടുക. നമ്മൾ ഈ കുത്തുന്നത് കുറച്ച് അകലത്തോടാണെങ്കിൽ അകലത്തിൽ കുത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്ത് വേറെ ഒരു ഭംഗി വരുന്നു. ഒന്ന് കുറച്ച് അകലത്തിലോട്ട് കുത്തിക്കൊടുക്കുക.
ഇപ്പോൾ ഷുഗർ ബീഡ് നമുക്ക് കുത്തിക്കൊടുക്കാം. നമ്മൾ ഷുഗർ ബീഡ് അല്ലാതെ കുറച്ചുകൂടെ വലിയ മുത്ത് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക. ഒരു എടുപ്പ് വരാനായിട്ട് നമ്മൾ വലിയ മുത്ത് ചെയ്ത് കൊടുക്കാം. ഷുഗർ ബീഡിനാകുമ്പോൾ നമുക്ക് ചെറിയ സൂചിയെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നൂലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതെല്ലാം വലിയ ബീഡ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ വലിയ സൂചി എടുക്കാം. നമ്മുടെ ആങ്കറിൻ്റെ ത്രെഡ് ഒരു 6 എണ്ണമൊക്കെ നമുക്ക് അതിനകത്ത് കൊടുത്ത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടാവും. ഇങ്ങനെ ഒരു ഇത് നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ടൈപ്പിലോട്ട് നമുക്ക് പോകുന്നതായിരിക്കും. നമുക്കിതിൻ്റെ നടുക്ക് നമുക്കൊരു മുത്ത് വേണമെങ്കിൽ പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ അതിൻ്റെ ആ ചെയ്തതിൻ്റെ നടുക്കൂടെ കുത്തി സൂചി എടുക്കുക. എന്നിട്ട് നമുക്കൊരു ബീഡ് എടുക്കുക. എന്നിട്ട് നമ്മളതിനകത്ത് കുത്തി ഉറപ്പിക്കുക. നമുക്കൊരു ഫ്ലവർ മോഡലിൽ കിട്ടും. ഉണ്ടാകും. അതിങ്ങനെ താഴോട്ട് നമുക്ക് നൂല് കട്ട് ചെയ്യാതെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എടുക്കുക. ഒരു ഷുഗർ ബീഡ് നമ്മൾ കോർക്കുക. എന്നിട്ട് കുത്തിയെടുക്കുക. ഒരു ഫ്ലവർ പോലെ ഉണ്ടല്ലേ, ഒരു ഫ്ലവർ പോലെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു 2 എണ്ണം മാത്രമേ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതൊരു വേറെ ഒരു ഡിസൈനാണ്. നമുക്ക് പല വെറൈറ്റി ഡിസൈൻ നമുക്കതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ബേസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തതാണിത്. പിന്നെ അടുത്ത് നമ്മൾ വേറെ ഒരു ടൈപ്പ് കൂടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചെയിൻ സ്റ്റിച്ചിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ അടുത്തതും കാണിക്കാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചെയിൻ സ്റ്റിച്ചിൻ്റെ അതേ മോഡലിൽ തന്നെയാണ്. നമ്മളിങ്ങനെ കുത്തിയെടുക്കുന്നു. എന്നിട്ട് നമ്മളൊരു ബീഡ് നമ്മളതിനകത്തോട്ട് കൊരുത്തെടുക്കുന്നു. അതിന് ശേഷം ഞാൻ ഈ ഒരു അറ്റത്തോട്ട് ബീഡ് വെക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ കുത്തിയെടുക്കുന്നു. ശേഷം നമ്മൾ ചെയിൻ ചെയ്യുകയാണ്. നമ്മുടെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ എന്തോരളവിലാണ് നമുക്ക് ചെയിൻ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ കുത്തിയെടുക്കുന്നു. ബീഡ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് പ്രാവശ്യം ഇട്ടേക്കുന്നത്. നമ്മൾ ഗ്യാപ്പിൽ കുത്തുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കുത്തുന്നു. നമ്മൾ ബീഡ് കൊരുത്ത് കൊടുക്കുന്നു. ഇപ്രാവശ്യം നമ്മൾ ബീഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങേ സൈഡിലോട്ടാണ് നമ്മൾ ബീഡ് കൊടുക്കുന്നത്. നമ്മൾ ചെയിൻ്റെ അതേ മുകളിൽ തന്നെ അപ്പുറത്ത് കുത്തി കൊടുക്കുന്നു. പതുക്കെ വലിച്ച് നമ്മുടെ അളവിനുള്ള ചെയിൻ എടുക്കുന്നു. കുത്തിയെടുക്കുന്നു. ഈ ഒരു സ്റ്റൈലിലായിരിക്കും അതിപ്പോൾ വരിക. ബീഡിൻ്റെ വലിപ്പം വന്നപ്പോൾ സ്റ്റിച്ചിന് ഒന്നുകൂടെ ഭംഗി വന്നു. കുത്തിയെടുക്കുന്നു. അടുത്തത് നമ്മൾ കുത്തിയെടുക്കുന്നു. ചെയിന് നമ്മുടെ ബീഡ് കൊഴുത്ത് കൊടുക്കുന്നു. ഈ പ്രാവശ്യം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് ബീഡ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കുത്തിയെടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ളത്ര ലെങ്ത് വിട്ടിട്ട് നമ്മൾ ചെയിൻ ചെയ്യുന്നു. നമ്മൾ കുത്തിയെടുക്കുന്നു. പിന്നെ നമ്മളുടെ ചെയിൻ ചെയ്യുന്നു. നമ്മൾ ബീഡ് കൊരുത്തെടുക്കുന്നു.
നെക്സ്റ്റ് സൈഡിലോട്ട് നമ്മൾ മാറ്റുന്നു. തേടുന്നു. ഇത് നമുക്ക് എന്തോരം ലെങ്തിലാണ് ഈ ചെയിൻ സ്റ്റിച്ച് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ലെങ്തിലോട്ട് നമുക്ക് തയ്ച്ച് പോകാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തോരം അളവിലാണ് വേണ്ടതെന്ന് വെച്ചിട്ട് നമ്മളത് സ്റ്റോക്ക് ഇട്ടിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇന്നത്തെ ടൈപ്പിൽ ഈ ഒരു 3 രീതിയിൽ ബീഡ്സ് ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വേറെ ഒരു വർക്കുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബീഡ്സ് വർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതെല്ലാം നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വേറെ ഒരു സ്റ്റിച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു സാരിയൊക്കെ ആയിട്ടോ ഞാൻ വരുന്നതായിരിക്കും. അപ്പം നമ്മൾ സാരിയൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വർക്ക് ചെയ്ത് സാരീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ.